നമ്മുടെ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായി ഇതുപോലെ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും യുവാക്കളുടെയും അങ്ങനെ സമൂഹത്തിലെ നാനാതരം മനുഷ്യരുടെ സംഗമങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കൊരു സംശയം തോന്നാറുണ്ട്. ഇതൊരു പാർട്ടി സമ്മേളനമാണല്ലോ, പാർട്ടിയിൽ പാർട്ടിയുടെ അംഗങ്ങളുണ്ടല്ലോ, പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് പാർട്ടിയിലെ അംഗങ്ങളും ആണല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ സമൂഹത്തിലെ നാനാതരം മനുഷ്യരെ വിളിച്ചുകൂട്ടി ഇതുപോലുള്ള സംഗമങ്ങൾ ചേരുന്നത് എന്ന് അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ഉത്തരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഈ പാർട്ടിയിലെ അംഗങ്ങളെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. എന്തേ അങ്ങനെയല്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായിട്ടുള്ള മനുഷ്യരുടെ മാത്രം സ്വത്ത് അല്ല എന്നുള്ളതാണ്. ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശികൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അത് മലപ്പുറത്താണെങ്കിലും ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും അതിൻ്റെ ഉത്തരം, അത് ആ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ള, പാർട്ടിയുടെ പ്രവർത്തനത്തിന് ലവി കൊടുക്കുന്ന, പാർട്ടിയുടെ പരിപാടികൾക്ക് വേണ്ടി പന്തല് കെട്ടാൻ വേണ്ടിയിട്ട്, പോസ്റ്റർ ഒട്ടിക്കുവാൻ വേണ്ടിയിട്ട് രാത്രികൾ മുഴുവൻ ചെലവഴിക്കുന്ന, പാർട്ടി ഫണ്ടിന് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന, പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള വ്യത്യസ്തമായ ഘടകങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതല്ല. അവരെ അല്ല ഈ പാർട്ടിയുടെ ഉടമസ്ഥർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥർ ഈ സമൂഹത്തിലെ അധ്വാനിക്കുന്ന, അടിച്ചമർത്തപ്പെട്ട എല്ലാ മനുഷ്യരും ആണ്. കാരണം അധികാരത്തിന്റെ ആടയാഭരണങ്ങളുടെ അലങ്കാരങ്ങൾക്ക് പുറത്തു നിർത്തപ്പെട്ടിട്ടുള്ള, എല്ലാതരം ചൂഷണത്തിനും എല്ലാതരം കൊള്ളയ്ക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന, നിവർന്നു നിൽക്കുവാൻ വേണ്ടി അധീശത്വവർഗം അനുവദിക്കാതിരിക്കുന്ന വലിയ കൂട്ടം മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവിതത്തിന് ആത്മവിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ നിറം നൽകുന്നതെന്തോ അതിന്റെ പേരാണ് ആ സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, കൂടുതൽ കരുത്തുറ്റതാക്കാൻ, കൂടുതൽ മനുഷ്യരിലേക്ക് എത്തിച്ചേരാൻ പ്രാപ്തമാക്കുന്ന അതിന്റെ സമ്മേളന കാലത്തെ ഈ സമൂഹത്തിലെ അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരും, അടിച്ചമർത്തപ്പെട്ട എല്ലാ മനുഷ്യരും ചരിത്രത്തിൽ നിന്നോളം അധികാരത്തിന്റെയും അലങ്കാരങ്ങളുടെയും ആടയാഭരണങ്ങൾക്ക് പുറത്തു നിർത്തപ്പെട്ടിട്ടുള്ള, അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും അവരുടെ ആത്മാഭിമാനത്തിന്റെ ആഘോഷകാലമായിട്ട് കൊണ്ടു നടക്കും. അതുകൊണ്ടാണ് പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുവാൻ വേണ്ടിയിട്ട്, ഇതെന്റെ പാർട്ടി എന്ന ആവേശത്തോടു കൂടിയിട്ട് മനുഷ്യർ എത്തിച്ചേരുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവർ മാത്രമല്ല, ഈ പന്തലിന്റെ പുറത്ത് ഈ ചെങ്കൊടിയെ ആത്മവിശ്വാസത്തോടെ, ആവേശത്തോടെ, പ്രതീക്ഷയോടുകൂടി കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുടേതു കൂടിയാണ് ഈ പാർട്ടി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതിൽ ആ സമ്മേളനത്തിൽ യുവജനങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചെറുപ്പക്കാർക്ക് ഈ പാർട്ടിയിൽ ചെയ്യാനുള്ളത്, ഈ പ്രസ്ഥാനത്തിൽ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ സംസാരിച്ചിട്ടുള്ള ആദിരേച്ചി ഉൾപ്പെടെയുള്ള സഖാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചരിത്രത്തിലെമ്പാടും യൗവനത്തിന്റെ തീക്ഷ്ണതയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ, വിപ്ലവകാരികൾ ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് തങ്ങളെ സമർപ്പിച്ചിട്ടുള്ളത് എന്ന്. 30 വയസ്സായിരുന്നു 1848 ഫെബ്രുവരി മാസം 21-ാം തീയതി. പിന്നീട് ഇങ്ങോട്ട് 1.25 നൂറ്റാണ്ട് കാലം ലോകത്തെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ എല്ലാം വിമോചന സമരങ്ങൾക്ക് ആവേശത്തിന്റെ തീരാത്ത ഇന്ധനം പകർന്നിട്ടുള്ള ഒരു ചെറു പുസ്തകം. ആ ചെറു പുസ്തകത്തിന്റെ പേര് ഒരുപക്ഷെ ലോകത്ത് മതഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, പ്രചരിക്കപ്പെട്ട, വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അത് 1848 ഫെബ്രുവരി മാസം 21-ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ ആവേശമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകമാണ് എന്നുള്ളതാണ്. ലോകത്തെ തൊഴിലാളികളോടാകെ നിങ്ങൾക്ക് മുന്നിൽ, നിങ്ങൾക്ക് കരുത്തായിട്ടുള്ളത് സമ്പത്തായിരിക്കില്ല, അധികാരത്തിന്റെ ഇടങ്ങളായിരിക്കില്ല, നിങ്ങളുടെ കരുത്ത് നിങ്ങളുടെ കൂട്ടായ്മയാണ്, സംഘടനയാണ് എന്ന് ലോകത്തെ അധ്വാനിക്കുന്ന മനുഷ്യരോട് ആഹ്വാനം ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ.
സംഘടിക്കുവാൻ ലോകത്തെ ചൂഷിതരായ മനുഷ്യരോട് ആഹ്വാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുമ്പോൾ അതെഴുതിയ രണ്ടു പേരിൽ ഒരാൾ കാറൽ മാർക്സ്. മാർക്സിന്റെ പ്രായം 30 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അതെഴുതുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ സുഹൃത്തും വിപ്ലവകാരിയുമായിട്ടുള്ള എംഗൽസ്, അദ്ദേഹത്തിന്റെ പ്രായം 28 വയസ്സായിരുന്നു. നേരത്തെ കയ്യൂർ സഖാക്കളുടെ അനുഭവം പറഞ്ഞു, ഖുദിറാം ബോസിന്റെ അനുഭവം പറഞ്ഞു. 23-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള സമരധീരമായിട്ടുള്ള അധ്യായങ്ങളിൽ ഒന്നായിട്ട് തന്റെ ജീവിതത്തെയും ആശയത്തെയും അടയാളപ്പെടുത്തി കഴുമരത്തിലേക്ക് ധീരതയോടെ കടന്നുപോയൊരു വിപ്ലവകാരി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ വിപ്ലവകാരിയെയാണ് തീവ്രവാദി എന്ന് അധിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് വായിൽ മാലിന്യം നിറച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ കേരളത്തിൽ ശ്രമിച്ചിരുന്നത്. കഴുമരത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ തന്റെ മരണം രേഖപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മജിസ്ട്രേറ്റിനെ നോക്കി, അങ്ങനെയാണല്ലോ കൊല ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളെ അയാളുടെ വധശിക്ഷ രേഖപ്പെടുത്തുമ്പോ അയാൾ മരണം വരെ തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നു, ജീവിതത്തിന്റെ അവസാന കണ്ണിയും അയാളുടെ ശരീരത്തിൽ നിന്നും അറ്റുപോയിരിക്കുന്നു എന്നുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ തന്റെ മരണം സർട്ടിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് വന്ന മജിസ്ട്രേറ്റിനെ 1931 മാർച്ച് മാസം 23-ാം തീയതി കഴുമരം തയ്യാറാക്കി വെച്ച മുറിയിൽ നിന്ന് ഭഗത് സിംഗ് ഒന്ന് നോക്കി. അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ തൂക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കഴുമരം, വലതുവശത്ത് തന്റെ മരണം സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥനെ നോക്കി കണ്ണിൽ കണ്ണുനീരിന്റെ ഒരു തരി നനവില്ലാതെ, ഹൃദയമിടിപ്പിന്റെ വേഗത ഒരു സെക്കൻഡ് വർദ്ധിക്കാതെ, തലയൊന്നു കുനിഞ്ഞു പോകാതെ, ദയ പ്രതീക്ഷിക്കാതെ ഭഗത് സിംഗ് പറയുന്ന അവസാനത്തെ വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഹൗ എ ലക്കി പേഴ്സൺ യു ആർ മിസ്റ്റർ ഓഫീസർ. എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണോ നിങ്ങൾ ഓഫീസറെ എന്ന്. എന്തേ അങ്ങനെ പറഞ്ഞു? ഭഗത് സിംഗ് കൂട്ടിച്ചേർത്തു, എങ്ങനെയാണ് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വിപ്ലവകാരി അഭിമാന ബോധത്തോടെ കഴുമരമേറുന്നത് എന്ന് കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നുവെന്ന് തന്റെ മരണത്തെ രേഖപ്പെടുത്തുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി വന്ന മജിസ്ട്രേറ്റിനെ നോക്കി പറഞ്ഞൊരു വിപ്ലവകാരിയുടെ പേരാണ് ഭഗത് സിംഗ് എന്നുള്ളത്. കലണ്ടർ മാറിയത് കൊണ്ടല്ല ഭഗത് സിംഗ് ഇന്ത്യയുടെ അഭിമാനവും ആവേശവുമായി മാറിയത്, മറിച്ച് ഭഗത് സിംഗിന്റെ സമരവീര്യത്തെ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് ചൂരുള്ള സമരവീര്യമുള്ള യൗവനം ഈ നാട്ടിൽ ബാക്കിയായത് കൊണ്ടാണ്. ആ ഭഗത് സിംഗിന് അന്ന് തൂക്കിലേറ്റപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം 23 വയസ്സായിരുന്നു. 1937 കോഴിക്കോടെ ഒരു പച്ചക്കറി കടയുടെ മുകളിൽ 4 പേർ ചേർന്ന്, 4 മലയാളികളും അവരുടെ കൂടെ കേരളത്തിന് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതലപ്പെട്ട സഖാവും 5 പേർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്, അതിന്റെ രൂപീകരണം നടത്തുന്നത് 1937. അന്ന് ചേർന്ന 4 പേർ, ആ 4 പേരിൽ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യന്റെ പേര് പി കൃഷ്ണപിള്ള എന്നായിരുന്നു. പി കൃഷ്ണപിള്ളയുടെ പ്രായം 31 വയസ്സായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന MC ശേഖർ, കെ ദാമോദരൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ, അവരുടെ എല്ലാം പ്രായം 30 വയസ്സിന് താഴെയായിരുന്നു. ആ 4 പേരിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 1937 കഴിഞ്ഞ് 1957 20 വർഷം കഴിയുമ്പോ ഈ നാടിന്റെ ആകെ നേതൃത്വമായിട്ട് മാറിയത്. ഈ നാട്ടിലെ ജനത അവരെ ഭരിക്കുവാനുള്ള, അവരെ നയിക്കുവാനുള്ള നേതൃത്വമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പാതയോരത്ത് വഴിമാറി നിന്ന് ഇതിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ പേരല്ല യൗവനം എന്നുള്ളത്, മറിച്ച് ലോകത്തെല്ലായിടത്തും വിപ്ലവ സമരങ്ങളുടെ കേന്ദ്രമായി നിന്നിട്ടുള്ള, അതിനെ നയിച്ചിട്ടുള്ള, അതിനെ രൂപീകരിച്ചിട്ടുള്ള, അതിന്റെ നേതൃത്വമായിട്ടുള്ളവരായിരുന്നു യൗവനം എന്ന് കാണാൻ നമുക്ക് സാധിക്കും. 1920 താഷ്കണ്ടിൽ വെച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോ അതിന്റെ 9 അംഗങ്ങൾ ചേർന്നിട്ടുള്ള ആദ്യത്തെ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു സഖാവ് മുഹമ്മദ് റഫീഖ്. അദ്ദേഹത്തിന്റെ പ്രായം 26 വയസ്സാണ്. 26 വയസ്സുകാരൻ സെക്രട്ടറി ആയിട്ട് ആദ്യത്തെ കമ്മിറ്റി ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കാണാൻ നമുക്ക് സാധിക്കും. 39 വയസ്സായിരുന്നു. അർജന്റീനയിൽ ജനിച്ച് അവിടെ വൈദ്യപഠനം പൂർത്തീകരിച്ച് അതിനുശേഷം ലാറ്റിൻ അമേരിക്ക മുഴുവൻ സഞ്ചരിച്ച് ഗ്വാട്ടിമാലയിലെ ചൂഷണം, ആ ഗ്വാട്ടിമാലയിലെ മനുഷ്യരുടെ ദുരിതങ്ങൾ തിരിച്ചറിഞ്ഞ് പിന്നെയും ലാറ്റിൻ അമേരിക്ക മുഴുവൻ സഞ്ചരിച്ച് അതിനുശേഷം തന്റെ ഉത്തരവാദിത്വം രോഗമുള്ള ശരീരത്തെ ചികിത്സിക്കുക എന്നുള്ളതിന്റെ പുറത്ത്
രോഗമുള്ള സമൂഹത്തെ തിരുത്തുക, മാറ്റിമറിക്കുക എന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് മെക്സിക്കോയിലെത്തി. മെക്സിക്കോയിൽ നിന്നും ഫിഡൽ കാസ്ട്രോയും റൗൾ കാസ്ട്രോയും കാമിലോ സിയൻഫിയോഗസും ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളെ കണ്ടുമുട്ടി. അവരുടെ കൂടെ ഗ്രാൻഡ്മ എന്ന് പറയുന്ന ഒരു ചെറിയ കപ്പലിൽ 82 പേർക്കൊപ്പം ക്യൂബയിലേക്ക് വിപ്ലവം നടത്തുവാൻ വേണ്ടി വന്ന് ആ 82-ൽ 67 പേർ കൊല്ലപ്പെട്ടിട്ടുള്ള വിപ്ലവ സമരത്തിന്റെ ഭാഗവാക്കായി. ആ സമരത്തിന് ശേഷം ക്യൂബയിൽ അധികാരത്തിലെത്തിയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഗവൺമെന്റിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ കോങ്കോയിൽ നടക്കുന്ന വിപ്ലവ സമരത്തിന്, വിമോചന പോരാട്ടത്തിന് തന്റെ സഖാക്കളെയും കൂട്ടി മറ്റൊരു ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ നാടായിട്ടുള്ള കോങ്കോയിലേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്നും ക്യൂബയിലേക്ക് തിരിച്ചു വന്ന് ക്യൂബയിൽ നിന്നും പിന്നീട് ഇതാ സ്വാതന്ത്ര്യത്തിന്റെ രുചി അനുഭവിക്കാൻ സാധിക്കാത്ത മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി ഞാൻ യാത്രയാകുന്നുവെന്ന് തന്റെ പ്രിയങ്കരനായ സുഹൃത്ത് സ്നേഹിതൻ ഫിഡൽ കാസ്ട്രോയ്ക്ക് ഒരു കത്തെഴുതി വെച്ചിട്ട് ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ആ സമരത്തിനിടയിൽ ബൊളീവിയയിൽ വെച്ചിട്ട് പിടികൂടപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഏണസ്റ്റോ ചെ ഗുവേര എന്ന വിശ്വവിപ്ലവകാരി. യാങ്കി പട്ടാളക്കാരുടെ, സാമ്രാജ്യത്വത്തിന്റെ പട്ടാളക്കാരുടെ വെടിയുണ്ടകളേറ്റ് ലോകത്തെ വിശ്വവിപ്ലവകാരിയായ ഏണസ്റ്റോ ചെ ഗുവേര രക്തസാക്ഷിയായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 39 വയസ്സ് മാത്രമായിരുന്നു. 30 വയസ്സ് തികഞ്ഞിരുന്നില്ല ക്യൂബൻ വിപ്ലവത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുമ്പോ. ക്യൂബൻ വിപ്ലവത്തിന്റെ നേതാവായിരുന്നു സഖാവ് ഫിഡൽ കാസ്ട്രോ. ക്യൂബൻ വിപ്ലവത്തെ നയിക്കാൻ ആരംഭിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം 24 വയസ്സായിരുന്നു. ആ വിപ്ലവം ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണകൂടത്തെ, സാമ്രാജ്യത്വത്തിന്റെ സേവകരായിട്ടുള്ള ഭരണകൂടത്തെ പരാജയപ്പെടുത്തി ക്യൂബയിൽ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് സ്ഥാപിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം 32 വയസ്സായിരുന്നു. യൗവനമാണ് ലോകത്തെ നയിച്ചിട്ടുള്ളത്. ലോകത്തെ എല്ലാ വിപ്ലവ സമരങ്ങളുടെയും നേതൃത്വത്തിൽ നമുക്ക് ആ യൗവനത്തെ കാണുവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് യൗവനമെന്നാൽ കേവലം നമ്പറിന്റെ മാത്രം പേരല്ല, അക്കത്തിന്റെ മാത്രം പേരല്ല, പുതിയൊരു ലോകത്തെ കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നത്തിന്റെ കൂടി പേരാണ്. എല്ലാ കരുത്തും, എല്ലാ സ്വപ്നവും, ഭാവനയും ഒത്തുചേർന്നിരിക്കുന്ന ഒരവസ്ഥയുടെ പേര് കൂടിയാണ് യൗവനം എന്നുള്ളത്. ആ യൗവനത്തെ ഈ ചെങ്കൊടിയുടെ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ആ യൗവനമാണ് ഈ നാടിന്റെ നേതൃത്വം എന്നുള്ളതാണ്. അവരാണ് ഈ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ പാർട്ടിയാണ്, അധ്വാനിക്കുന്ന മനുഷ്യരുടെ പാർട്ടിയാണ്. ആ അധ്വാനിക്കുന്ന മഹാവിഭാഗത്തെ ലോകത്തിൽ നമ്മൾ നോക്കുക, അതിൽ ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ്, യൗവനമാണ്. അത് തന്നെയാണ് എന്തുകൊണ്ട് ഈ പാർട്ടി യുവത്വത്തിന്റെ കൂടി പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. നേരത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോ സഖാവ് വസീഫ് സൂചിപ്പിച്ചിട്ടുള്ള സമീപകാല ഇന്ത്യയിൽ നടന്ന ഏറ്റവും ധീരമായ സമരങ്ങളിൽ ഒന്നുണ്ട്. ആ സമരം കർണാടകത്തിലെ IT തൊഴിലാളികൾ നടത്തിയിട്ടുള്ള സമരമാണ്. അത് തനിയെ സംഭവിച്ചിട്ടുള്ള ഒരു സമരമല്ല, ഒരു ദിവസം പൊട്ടി മുളച്ചു പോയിട്ടുള്ള ഒരു സമരമല്ല. ആ സമരത്തിന് പിറകിൽ ഒരു സംഘടനയുണ്ട്. എന്തായിരുന്നു ആ സമരത്തിന്റെ ആധാരം? കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് നരേന്ദ്രമോദി പാസാക്കിയിട്ടുള്ള തൊഴിൽ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കർണാടകത്തിലെ IT മേഖലയിൽ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ നിയമത്തിൽ പറയുന്നത് ഇനി മുതൽ 14 മണിക്കൂർ വരെ IT മേഖലയിലെ തൊഴിലാളികളെ പണിയെടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് IT കമ്പനികൾക്ക് അവകാശം നൽകുന്ന ഒരു നിയമം കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ബാംഗ്ലൂരിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ IT തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബാംഗ്ലൂർ. കർണാടകത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബാംഗ്ലൂർ ഇന്ത്യയുടെ IT ഹബ്ബാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് അവിടെ ഒരു നിയമം വരുന്നു എന്നുള്ളതിന്റെ അർത്ഥം ആ നിയമത്തിന്റെ പ്രത്യാഘാതം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കും എന്നുള്ളതല്ല. മറിച്ച് കർണാടകത്തിൽ IT ഹബ്ബായിട്ടുള്ള കർണാടകത്തിൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ IT തൊഴിലാളികൾ ഉള്ള കർണാടകത്തിൽ, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പണിയെടുക്കുന്ന ബാംഗ്ലൂരിൽ ഇങ്ങനെയൊരു നിയമം വന്നാൽ ആ നിയമം ഞങ്ങളുടെ കൂടി നാട്ടിൽ നടപ്പിലാക്കണമെന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ എല്ലാ IT കമ്പനികളും ബാംഗ്ലൂരിലേക്ക് പോകും. കാരണം ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോ ആ നിയമം നടപ്പിലാക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ നിർബന്ധിതരാകും. ഡൽഹിയിൽ നടപ്പിലാക്കേണ്ടി വരും, തമിഴ്നാട്ടിൽ നടപ്പിലാക്കേണ്ടി വരും, മുംബൈയിലും കൊൽക്കത്തയിലും ഹൈദരാബാദിലും നടപ്പിലാക്കേണ്ടി വരും. കേരളത്തിലെ IT കമ്പനികൾ കേരളത്തിലെ ഗവൺമെന്റിനോട് പറയും, ഇത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകും എന്ന്. ഈ സമ്മർദ്ദം ഉയർന്നു വരും. ഈ ഇന്ത്യയിലെ നഗരങ്ങളിൽ നടപ്പിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഇന്ത്യയിൽ നിൽക്കില്ല. ലോകത്തിലെ IT കമ്പനികൾ മറ്റ് രാജ്യങ്ങളിൽ ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തും. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന നാടിന്റെ പേരാണ് ഇന്ത്യ എന്നുള്ളത്. മാത്രവുമല്ല,
ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ തൊഴിലെടുക്കുന്ന നാടിന്റെ പേര് കൂടിയാണ് ഇന്ത്യ എന്നുള്ളത്. മറ്റു രാജ്യങ്ങളിൽ നിങ്ങൾ നടപ്പിലാക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ കമ്പനികൾ മുഴുവൻ ഇന്ത്യയിൽ കേന്ദ്രീകരിക്കുമെന്ന് ലോകത്തിലെ IT കമ്പനികൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. IT മേഖല ഇന്നത്തെ ലോകത്തെ തൊഴിൽ മേഖലയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലയാണ്. ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഏറ്റവും പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ള മേഖലയാണ് IT മേഖല എന്നുള്ളത്. അതുകൊണ്ട് കർണാടകത്തിലെ ഈ നിയമം ബാംഗ്ലൂരിൽ പാസാക്കപ്പെട്ടാൽ അത് ലോകമാകെയുള്ള പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് ഈ ലോകത്ത് മാറിത്തീരും. അതിനെയാണ് ചെറുക്കാൻ വേണ്ടി തീരുമാനിച്ചത്, അതിനെയാണ് പരാജയപ്പെടുത്തിയത്. അത് സ്വയംഭൂവായി സംഭവിച്ചതല്ല, അത് തനിയെ ഏതെങ്കിലും അവതാരങ്ങൾ ഇറങ്ങി വന്ന് നടത്തിയ സമരവുമല്ല. ആ സമരത്തിന്റെ പിന്നിൽ ഒരു സംഘടനയുണ്ടായിരുന്നു. ആ സംഘടനയുടെ പേര് കർണാടക സ്റ്റേറ്റ് IT എംപ്ലോയീസ് യൂണിയൻ എന്നാണ്, അഥവാ KITU എന്ന്. ആ KITUവിന് ഒരു കൊടിയുണ്ട്. ആ കൊടിയുടെ നിറം ചോരച്ചുവപ്പാണ്. അവർക്കൊരു ആസ്ഥാനമുണ്ട്. ആ ആസ്ഥാനത്തിന്റെ പേര് സ്റ്റാലിൻ സെന്റർ എന്നാണ്. അവർക്കൊരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ എന്നുള്ളതാണ്. ആര് പറഞ്ഞു ചെറുപ്പക്കാർ ഈ ചോരച്ചെങ്കടിയുടെ കൂടെയില്ല എന്ന്? ആര് പറഞ്ഞു യൗവനമല്ല ഈ നാടിന്റെ ഭാഗതയത്തെ തീരുമാനിക്കുന്നത് എന്ന്? കർണാടകത്തിൽ ഒരു പക്ഷേ നമ്മുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുണ്ടാകില്ല, ഒരു സീറ്റ് പോലും നിയമസഭയിൽ ഉണ്ടാകില്ല. അതേ കർണാടകത്തെ പക്ഷെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. എങ്ങനെയാ? കർണാടകക്ക് ഒരു പ്രത്യേകതയുണ്ട്. കർണാടക പല ഭാഷ സംസാരിക്കുന്ന, പല സംസ്കാരങ്ങളുള്ള, പല ഭൂപ്രകൃതിയുള്ള, അങ്ങേയറ്റം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന സാമൂഹിക, സാമ്പത്തിക, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള ഒരു നാടാണ് കർണാടക എന്നുള്ളത്. ആ കർണാടകയിലാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിലെ ഏറ്റവും ദുരിതപൂർണമായ, ഏറ്റവും പിന്നോട്ടം നിൽക്കുന്ന, ഇംഗ്ലീഷിൽ നമ്മൾ ദ മോസ്റ്റ് വൾണറബിൾ സെക്ഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ ഒന്നുള്ളത്. ആരാണെന്നറിയോ? അത് കർണാടകത്തിലെ ദേവദാസികളാണ്, ദേവദാസി സ്ത്രീകളാണ്. നിങ്ങൾ ദേവദാസി സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ആരാ ദേവദാസികൾ? സമൂഹത്തിന്റെ എല്ലാ അടിച്ചമർത്തലും വേർതിരിവുകളും മാറ്റി നിർത്തലും അനുഭവിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് കർണാടകത്തിലെ ദേവദാസികൾ. ദളിതരാണ്, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരാണ്, സാമ്പത്തികമായി അടിച്ചമർത്തപ്പെട്ടവരാണ്. അവർക്ക് തൊഴിൽ കൊടുക്കില്ല. ആരാ ദേവദാസികളായിട്ട് മാറുക? കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ പെൺകുട്ടിയെ ഋതുമതിയായ ഉടനെ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ദേവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ആചാരത്തിന്റെ പേരാണ് ദേവദാസി സമ്പ്രദായം എന്നുള്ള. ദേവന്റെ ദാസിയാക്കിയിട്ട് മാറ്റുക. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? രണ്ടാണ് കാര്യം. ഒന്ന് വിശ്വാസമാണ്. എന്താ വിശ്വാസം? ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ, ദേവന്റെ ദാസിയാക്കിയിട്ട് മാറ്റിയാൽ ആ കുടുംബത്തിന് അതിന്റെ അനുഗ്രഹം കിട്ടും, ഐശ്വര്യം കിട്ടും എന്നുള്ളത് ആണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണ് ഈ ദരിദ്ര കുടുംബങ്ങളിലെ ആളുകൾക്ക് ഒരു കുട്ടിയെ കൊടുക്കേണ്ടി വരിക. രണ്ടാമത്തെ കാര്യം എന്താ? അങ്ങനെ ഒരാളെ ദേവദാസിയാക്കിയാൽ പിന്നീട് അവരുടെ കല്യാണം നടത്തണ്ട, കല്യാണ ചെലവ് നോക്കണ്ട. ഈ കുട്ടികൾ ആ വീട്ടിൽ നിൽക്കും. ആ വീട്ടിൽ പ്രായമായ അച്ഛനെയും അമ്മയെ ഒരുപക്ഷെ നോക്കും. അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർ വീട്ടിൽ തന്നെ നിൽക്കും. ഈ ദേവദാസികൾക്ക് എന്ത് സംഭവിക്കും? ദേവദാസികൾ തനിയാവുന്നല്ലോ, ഒരാളും അവരുടെ ഇഷ്ടപ്രകാരമാകുന്നതുമല്ല. 10 or 12 വയസ്സുണ്ടാകുമ്പോ ഈ ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളെ ഏതെങ്കിലും ജന്മിമാര് നോട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പന്നരായിട്ടുള്ള മനുഷ്യര് നോട്ടിട്ടുണ്ടാകും. അയാൾക്ക് ഈ കുട്ടിയെ വേണമെങ്കിൽ അവള് ദേവദാസിയായിട്ട് മാറണം. അങ്ങനെ ദേവദാസിയായി മാറുന്ന ആളുകളെ ഇയാൾ ഇദ്ദേഹത്തിന്റെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട് കൂടെ പാർപ്പിക്കും. അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകും. ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ ആളുകൾക്ക് അതിന്റെ മുന്നിൽ കണ്ണടച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറ്റില്ല. അങ്ങനെ പല ബന്ധങ്ങൾ ഉണ്ടാകും. അതിൽ ഈ ദേവദാസികൾക്ക് കുട്ടികൾ ഉണ്ടാകും. പക്ഷെ ആ കുട്ടികൾക്ക് അവരുടെ അച്ഛന്റെ പേര് ഉച്ചത്ത് പറയാൻ വേണ്ടി പറ്റില്ല, അതിന് അവകാശമില്ല. അവരെ സ്കൂളിൽ ചേർക്കില്ല. എന്താ കാരണം? സ്കൂളിൽ ചേർക്കുമ്പോ അമ്മയുടെ പേര് എഴുതാൻ വേണ്ടി പറ്റൂ, അച്ഛന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. സമൂഹത്തിൽ വഴി നടക്കാൻ വേണ്ടി പറ്റില്ല. കേവലം ലൈംഗിക ഉപകരണങ്ങൾ മാത്രമായിട്ട് ഒടുങ്ങിത്തീരേണ്ട ജീവിതമായിട്ട് അവര് മാറും. ഇപ്പോഴുമുണ്ട് ദേവദാസികൾ പലരും കർണാടകത്തിലെ പല ജില്ലകളിലും. ബെല്ലാരിയിൽ പോയാൽ കാണാം, വിജയനഗരയിൽ പോയാൽ കാണാം, ഹാവേരിയിൽ പോയാൽ കാണാം, പല നാടുകളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഇന്ന് കർണാടകത്തിലെ ആ ദേവദാസികൾ ഉണ്ടല്ലോ, പണിയില്ല, തുണിയില്ല, ആത്മാഭിമാനത്തിന്റെ അംശം ജീവിതത്തിലേക്കൊന്ന് രുചിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവർക്കൊരു സംഘടനയുണ്ട് ഇന്ന് കർണാടകത്തിൽ. ആ സംഘടനയുടെ പേരാണ് കർണാടക രാജ്യ ദേവദാസി മഹിളേര വിമോചന സമിതി എന്നുള്ളത്.
ആ കർണാടക രാജ്യ ദേവദാസി മഹിളേര സമിതി, ആ സമിതി സംഘടിപ്പിക്കുന്നത് കർണാടകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ, എന്റെയും നിങ്ങളുടെയും പാർട്ടിയാ. ആ മനുഷ്യർക്ക് ആത്മാഭിമാനത്തിന്റെ രുചി ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അവസരം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ഈ സംഘടന ഉണ്ടായതിനു ശേഷം. കർണാടകത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുമ്പോ ഈ പ്രദേശങ്ങളിൽ പോയാൽ അവിടെയുള്ള ദേവദാസികളായിട്ടുള്ള സഖാക്കളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അവർ പലരും ഇന്ന് ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുണ്ട്. എന്തിന്? ദേവദാസി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ഒരു സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ നാട്ടിൽ ദ മോസ്റ്റ് വൾണറബിൾ സെക്ഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗത്തിലെ ഏറ്റവും നീചമായ ജീവിതത്തിലേക്ക് പറിച്ച തട്ട വിഭാഗം, അവരെ സംഘടിപ്പിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ പേര് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. അതേ കർണാടകത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെക്ഷൻ ഓഫ് ദ വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിഭാഗം. അവരാണ് IT തൊഴിലാളികൾ, അവരാണ് IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. ആ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും സംഘടിപ്പിക്കുന്ന അവരുടെ സമര പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളത്. എന്താണ് ഇന്ത്യയിൽ നിന്ന് മാർക്സിസത്തിനുള്ള പ്രസക്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ നോക്കേണ്ടത് നിയമസഭയിലെ സീറ്റുകളിലേക്കല്ല, പാർലമെന്റിലെ സീറ്റുകളിലേക്കല്ല. ഈ നാട്ടിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യരെ ആര് സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യത്തിലേക്കാണ്. അത് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞു തരില്ല. നേരത്തെ പറഞ്ഞ മറ്റൊരു സമരമുണ്ട്, അത് തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികൾ നടത്തിയിട്ടുള്ള ഒരു സമരമാണ്. ആരായിരുന്നു ആ സമരത്തിൽ ഉണ്ടായിരുന്നത്? ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരായിരുന്നു, യുവാക്കളായിരുന്നു. ആ സമരവും ഞാൻ പറയുന്നത് പോലെ ഒരു ബഹുരാഷ്ട്ര കുത്തകക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു, ഒരു ആഗോള സമരമായിരുന്നു. അതുകൊണ്ടാണ് ആ സമരം വിജയിച്ചു കഴിഞ്ഞപ്പോ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ തൊഴിലാളി സംഘടനകൾ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള കത്ത് എഴുതി തമിഴ്നാട്ടിലേക്ക് അയച്ചത്. നിങ്ങൾ നടത്തിയിട്ടുള്ള സമരം നിങ്ങളുടെ മാത്രം സമരമല്ല, ഞങ്ങളുടെ കൂടി സമരമാണെന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ തൊഴിലാളികൾ ആവേശത്തോടു കൂടി പറയുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൊഴിൽ യൗവനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ തൊഴിൽ അതിന്റെ ഭാഗമായിട്ടുള്ള സമരങ്ങൾ ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഈ ചോരച്ചങ്കൊടി പിടിച്ചവരാണ്. വിദ്യാർത്ഥികൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? വിദ്യാർത്ഥികൾക്ക് ഈ സമരത്തിൽ എന്താണ് ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും നമുക്ക് രണ്ടാക്കി മാറ്റി നിർത്താൻ പറ്റില്ല. ലോകത്തേത് രാജ്യത്തെയും വിദ്യാഭ്യാസ നയത്തെ നിങ്ങൾ പരിശോധിക്കുക. ആ വിദ്യാഭ്യാസ നയം ആ നാട്ടിലെ തൊഴിലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും. ആ തൊഴിൽ തീരുമാനിക്കുന്നത്, ആ തൊഴിലിന്റെ നയം തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ ഭരണകൂടം ആയിരിക്കും. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നു. ആ നയത്തെയാണ് നമ്മൾ മെക്കാളെ പ്രഭുവിന്റെ നയം, മെക്കാളെ മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ നയമായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് എങ്ങനെ എഴുതിയിട്ടുള്ളത്? ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കണം. എങ്ങനെയുള്ള തലമുറ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ ജനാധിപത്യ ശബ്ദത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നില്ല. ഇന്ത്യയെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതും ആയിരുന്നില്ല. അറിവ് ഉൽപാദനവുമായിരുന്നില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ നയം ടു ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യൻസ് ഹു വിൽ ബി ഇന്ത്യൻസ് ഇൻ ബ്ലഡ് ആൻഡ് സ്കിൻ. എങ്ങനെയുള്ള ഇന്ത്യക്കാർ? രക്തത്തിലും തൊലിയുടെ നിറത്തിലും ഇന്ത്യക്കാരായിട്ടുള്ളവർ, എന്നാൽ ചിന്തയിലും അഭിരുചിയിലും സമീപനത്തിലും ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ. എന്ന് വെച്ചാ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന കൊടും കൊള്ള, കൊളോണിയൽ ചൂഷണം, ആ കൊളോണിയൽ ചൂഷണത്തിന് അടിമപ്പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ അവർക്ക് കിട്ടണം. കാരണം ഇംഗ്ലണ്ട് നാളെ കൊണ്ടുവന്ന അവർക്ക് അവിടുത്തെ നാടിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കേണ്ടി വരും. ഇന്ത്യയിലെ ആളുകളെ ഇന്ത്യയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കണം. അങ്ങനെയാകണമെങ്കിൽ അവർക്ക് അക്ഷരമറിയണം, അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില മികവുകൾ ഉണ്ടാകണം, അവർക്ക് പരിശീലനം ലഭിക്കണം. ആ പരിശീലനം നൽകിയിട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ തൊഴിൽ ചൂഷണത്തിന്, വിഭവ ചൂഷണത്തിന് അടിമപ്പണിയെടുക്കുന്ന ഒരു വിഭാഗത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിലോ? സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം ഇങ്ങനെ തന്നെയാ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാ. സ്വതന്ത്ര ഇന്ത്യയിലെ തൊഴിലാരാ തീരുമാനിച്ചത്? സ്വതന്ത്ര ഇന്ത്യയിലെ തൊഴിൽ തീരുമാനിച്ചതും ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകളാ, വലിയ സമ്പന്നരാ. 1944 ഒരു ബോംബെ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ മറ്റൊരു പേര് ടാറ്റ ബിർള പ്ലാൻ എന്നായിരുന്നു. ഇന്ത്യയിലെ ടാറ്റയും ബിർളയും മഫത്ലാലും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ
ഈ പറയുന്ന വിരലിൽ എണ്ണാൻ വേണ്ടി പറ്റുന്ന അതിസമ്പന്നരായിട്ടുള്ള അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പന്നർ വ്യവസായികൾ ഒത്തുചേർന്ന് ഒരു സമ്മേളനം വിളിച്ചു. ആ സമ്മേളനത്തിൽ അവർ ഒരു രേഖയുണ്ടാക്കി. ആ രേഖയാണ് ബോംബെ പ്ലാൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ആ രേഖയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരേറ്റെടുക്കണം? ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇന്ത്യയിലെ വലിയ വ്യവസായങ്ങൾ, അത് ഇരുമ്പയിരാകട്ടെ, ഉരുക്കാകട്ടെ, അത് റെയിൽവേ ആകട്ടെ, അത് വ്യോമയാനമാകട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായങ്ങൾ, ഫാക്ടറികൾ ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. ആരാ പറഞ്ഞത്? ഇന്ത്യയിലെ വ്യവസായികളാ. എന്തേ അവരങ്ങനെ പറഞ്ഞു? കാരണം ഇന്ത്യയിലെ തൊഴിൽ മേഖല, ഇന്ത്യയുടെ ഈ വലിയ മേഖലകൾ, വ്യവസായ മേഖലകൾ, ഉൽപാദന മേഖലകൾ എല്ലാവർക്കും പ്രവേശിക്കുവാൻ വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആര് കടന്നു വരും? ലോകത്തിലെ സമ്പന്നരായിട്ടുള്ള കോടീശ്വരന്മാർ കടന്നു വരും, വലിയ വ്യവസായികൾ കടന്നു വരും. അവരോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് ആർക്കില്ല? ടാറ്റയ്ക്കില്ല. കാരണം ചെറിയ സമ്പന്നരാണെങ്കിലും അവർ ലോകത്തിലെ സമ്പന്നരൊന്നും ആയിരുന്നില്ല. 150 കോടിയായിരുന്നു 1951 ടാറ്റയുടെ ആകെ സമ്പത്ത് 151 കോടി മാത്രമായിരുന്നു. അന്ന് ലോകത്തിലെ, ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ സമ്പന്നരുമായ വ്യവസായികളുമായിട്ട് താരതമ്യം ചെയ്ത വളരെ തുലോം തുച്ഛാണ്. അപ്പോ ഇവരെന്ത് പറഞ്ഞു? ഇന്ത്യൻ ഭരണകൂടത്തോട് ഇന്ത്യയിലൊരു വ്യവസായ നയമുണ്ടാകണം. ആ വ്യവസായ നയം അനുസരിച്ച് വലിയ വ്യവസായങ്ങൾ മുഴുവൻ ആരേറ്റെടുക്കണം? ഗവൺമെന്റ് ഏറ്റെടുക്കണം. അങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇരുമ്പയിരിന്റെ, ഉരുക്കിന്റെ, റെയിൽവേയുടെ ഇതെല്ലാം വളർത്തുവാൻ വേണ്ടി, ഇതെല്ലാം പൊതുമേഖലയിൽ വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള നയം രൂപീകരിക്കുന്നത്. അത് ഈ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാ. 1990 വരെ അതെങ്ങനെ നടന്നു. 1990 ആകുമ്പോ അതിനിടയിൽ ഈ വ്യവസായ നയത്തിന് ആവശ്യമുള്ള ആളുകളെ വിദ്യാഭ്യാസം നൽകി നമ്മൾ പരിശീലിപ്പിക്കണം. അങ്ങനെയാണ് ഇന്ത്യയിൽ IIT-കൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിൽ IIM-കൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അതിന് അനുകൂലമായിട്ടുള്ള തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു വിഭാഗത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ട്. 1990 എത്തിയതോടുകൂടി എന്ത് സംഭവിച്ചു? ഇന്ത്യയുടെ തൊഴിൽ മേഖലയുടെ ചിത്രം മാറി. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടാറ്റയും ബിർളയും ഉൾപ്പെടെയുള്ളവർ, ഇന്ത്യയിലെ വലിയ വ്യവസായികൾ, ലോകത്തിലെ തന്നെ ഏത് വ്യവസായികളോടും ഏറ്റുമുട്ടാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് അവർ വളർന്നു. ഇന്ത്യയിലെ ഏത് വ്യവസായവും വിലക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ആളുകളായിട്ട് അവർ ഈ കാലഘട്ടത്തിനിടയിൽ വളർന്നു. അങ്ങനെയാണ് ആഗോളവൽക്കരണത്തിന്റെ നയം 1990 കൂടിയിട്ട് ആരംഭിക്കുന്നത്. ഈ കോർപ്പറേറ്റുകൾക്ക്, ഈ വലിയ മുതലാളിമാർക്ക് ഇന്ത്യയിലെ തൊഴിൽ മേഖല പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായി സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർക്കത് വാങ്ങുവാനുള്ള ശേഷിയിലേക്ക് ഈ 50-40 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ വളർന്നു. 150 കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന ടാറ്റയുടെ ആസ്തി 9800 കോടി രൂപയായിട്ട് 40 വർഷത്തിനിടയിൽ വളർന്നു. 116 കോടി രൂപ 1951 ആസ്തി ഉണ്ടായിരുന്ന ബിർള, അവരുടെ ആസ്തി 8300 കോടിയായിട്ട് വളർന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ പുതിയ നയം, നവലിബറൽ നയങ്ങൾ ഉണ്ടാക്കുന്നതും ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്തത്. അതിനനുകൂലമായ വിദ്യാഭ്യാസ നയം ഉണ്ടായി. എങ്ങനെയുണ്ടായി? 1990 എത്തിയതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഈ പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസം വലിയ വിഭാഗം ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞു. സാങ്കേതിക പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞു. അതോടുകൂടി മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് ആ നാട്ടിലെ കുത്തക മുതലാളികളുടെ ആവശ്യമല്ലാതായി മാറി. എത്ര കിട്ടിയാൽ മതി? ഈ വ്യവസായങ്ങൾ നടത്തിപ്പോകാൻ വേണ്ടിയിട്ട് എത്ര ആളുകളെ ആവശ്യമാണോ അത്രയും ആളുകൾക്ക് മാത്രം വിദ്യാഭ്യാസം ലഭിച്ചാൽ മതി. അങ്ങനെ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തുടങ്ങി. അത് മറ്റൊരു കച്ചവട സ്ഥാപനമായിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതാണ് അങ്ങനെ ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ സ്വഭാവം മാറിയതോടുകൂടി ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുടെ സ്വഭാവവും അതിനനുസരിച്ചിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിന്റെ ഏറ്റവും രൂക്ഷമായ, ഏറ്റവും തീവ്രമായ രൂപത്തെയാണ് പുതിയ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെ ഏത് കുത്തക മുതലാളിയോടും മത്സരിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക്, അവരുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ കുത്തക മുതലാളികൾ വളർന്നു. അവർ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളായിട്ട് അവർ മാറിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഇന്ത്യയിൽ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്ത ആളുകളെ പരിശീലിപ്പിക്കേണ്ടതേയില്ല. ലോകത്തിലെ ഏത് തൊഴിലാളികളെയും ഏത് വിദ്യാർത്ഥികളെയും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വരുമ്പോ ഇന്ത്യൻ തൊഴിലിന്റെ ഒരവിഭാജ്യ ഘടകം അല്ലാതായിട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസം മാറി. അപ്പോ നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ
നിങ്ങൾ അത് പരിപൂർണമായും കാശ് കൊടുത്ത് തന്നെ വാങ്ങണം എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസം എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് തൊഴിലിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളെ കൂടി ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ സമരം വിദ്യാർത്ഥികളുടെ മാത്രം സമരമല്ല, അത് ഇവിടുത്തെ തൊഴിലിന്റെ സമരമാണ്. ആ സമരം ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെട്ട എല്ലാ മനുഷ്യരുടെയും വിമോചന സമരം കൂടിയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. സമരങ്ങളെ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. ആ സമരത്തിന്റെ മുന്നിൽ ഇന്ത്യയിലെ വിദ്യാലയങ്ങളുണ്ട്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുണ്ട്. നേരിടേണ്ടി വരുന്നത് നിസാരമായിട്ടുള്ള അടിച്ചമർത്തലുകളെയല്ല, നിസാരമായ വേട്ടയാടലുകളെയല്ല. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സഖാവ് രാംദാസ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഗവേഷകനാണ്. വയനാട് സ്വദേശിയാണ്. ദളിതനായ ഒന്നാം തലമുറയിൽപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ രാംദാസിനെ കഴിഞ്ഞ 8 മാസത്തിലധികമായിട്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുക. മിടുക്കനായ വിദ്യാർത്ഥി തന്റെ കഴിവ് കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥി എന്താ ചെയ്ത കുറ്റം അറിയോ? ചെയ്ത കുറ്റം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് സമരം ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഈ അടിച്ചമർത്തലുകളെ നേരിട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കടന്നു പോകേണ്ടി വരുന്നത്. പക്ഷേ അപ്പോഴും എവിടെയെല്ലാം നിങ്ങൾ ജനാധിപത്യപരമായ രൂപത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുവോ അവിടെയെല്ലാം വിദ്യാർത്ഥികളുടെ ഒരേ ഒരു ചോയ്സ് ആയിട്ട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യയിലെ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് നടന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ വിജയിച്ചത് SFIയും BSFും നേതൃത്വം നൽകിയിട്ടുള്ള വിദ്യാർത്ഥി സംഘടന. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന കേന്ദ്ര സർവകലാശാല കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ വിജയിച്ച വിദ്യാർത്ഥി സംഘടനയുടെ പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI. അതിനു മുമ്പ് ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി IFLU ആയിരുന്നു. അവിടെ വിദ്യാർത്ഥികളെ നയിക്കുന്ന വിദ്യാർത്ഥി യൂണിയന് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് SFI. അതിനു മുമ്പ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന HCU എന്ന ക്യാമ്പസ്, അവിടുത്തെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിന്റെ പേര് SFI. അതിനു മുമ്പ് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU, അവിടെ വിദ്യാർത്ഥികൾ ഹൃദയം കൊണ്ട് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് SFI എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ സമരത്തിന് നേതൃത്വമാകുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്, ക്യാമ്പസുകൾക്ക്, ഇന്ത്യയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട്. ആ സമരം നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വിശാലമായ മനുഷ്യ വിമോചന സമരത്തിൽ നിന്നും ഒട്ടുമൊട്ടും അടർത്തി മാറ്റപ്പെട്ടിട്ടുള്ള ഒരു സമരമല്ല. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് കേരളത്തിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമാണ്. കേരളത്തിൽ ഇന്ന് ഒരുപക്ഷെ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു സമരം കേരളത്തിലെ SFI നടത്തുന്നുണ്ട്. ആർഷോ അതിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് എല്ലാ സമരങ്ങളുടെയും വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആ സമരത്തെ കുറിച്ചിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ നൽകുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്തോ കേരളത്തിലെ ഗവർണറും SFIയും തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ ഭാഗമായിട്ടാണ് ആ സമരമാണ് എന്നുള്ളതാണ്. എന്നാൽ ആ സമരം അങ്ങനെയല്ല. അതിന്റെ സത്ത നോക്കിയാൽ, അതിന്റെ ഉള്ളടക്കം നോക്കിയാൽ, അതിന്റെ ചരിത്രപരമായിട്ടുള്ള അതിന്റെ സമരവീര്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ എങ്ങനെയാണ് ഫാഷിസം കവർന്നെടുക്കുന്നത് എന്ന ചോദ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. ഇന്ത്യയിൽ ഫാഷിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളെ ഓരോന്നോരോന്നായി അകത്തു നിന്നും പിടിച്ചെടുത്തിട്ടാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. പാർലമെന്റ് അവിടെയുണ്ട്, കോടതി അവിടെയുണ്ട്, ചരിത്ര ഗവേഷണ കൗൺസിൽ അവിടെയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അവിടെയുണ്ട്, സർവകലാശാലകൾ അവിടെയുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെയുണ്ട്. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവയെ അകത്തു നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഫാഷിസ്റ്റുകളുടെ പ്രത്യേകതരമായിട്ടുള്ള ഇടപെടൽ നടക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥാപനത്തിനകത്തേക്ക് നിങ്ങളുടെ ഏജന്റുമാരെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു സമരം SFIക്ക് ഇവിടെ ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അത് ജനാധിപത്യ സമരമാണ്, തൊഴിലാളികളുടെ കൂടി സമരമാണ്, ഇന്ത്യയുടെ ഭാവിയുടെ സമരമാണ്. പ്രിയപ്പെട്ടവരെ, ആ സമരത്തിന്റെ കൂടെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ കൂടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിനിരക്കുക തന്നെ ചെയ്യും. മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ MP സുവെങ്കടേശൻ പറഞ്ഞ് നമ്മളെല്ലാം ആവേശത്തോടു കൂടി കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ടല്ലോ, ആ വാചകം കൂടി ഓർമ്മിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിങ്ങനെയായിരുന്നു: പസിത്ത മനിതൻ ഇരിക്കും വരെ, കനവു കാണും ഇതയം ഇരിക്കും വരെ, വാൽക്കുപറ്റ ആശേ ഇരിക്കും വരെ, അടുത്ത മനിതനെ പറ്റി അക്കരെ ഇരിക്കും വരെ, കമ്മ്യൂണിസം മട്ടുമേ ഇരിക്കും, പട്ടിണി കിടക്കുന്ന മനുഷ്യരിരിക്കുന്നത് വരെ, കനവു കാണുന്ന ഹൃദയം ഇരിക്കുന്നത് വരെ, ലോകത്തെ കുറിച്ച് ജീവിക്കാനുള്ള
അഭിലാഷം ബാക്കിയാകുന്നത് വരെ, അടുത്ത മനുഷ്യനെ കുറിച്ചിട്ടുള്ള ആശങ്ക ഹൃദയത്തിൽ പേറുന്നത് വരെ ഈ ചോരച്ചെങ്കൊടി താഴാതെ വീഴാതെ ബാക്കിയാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.